എല്ലാവർക്കും നമസ്കാരം. താലിസ്മാൻ IAS അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗവൺമെന്റ് സ്കീമുകളുടെ 5ാം ഭാഗമാണ്. ആദ്യത്തെ 4 ഭാഗങ്ങളിലെ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് താലിസ്മാൻ IAS അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഈ ചാനലിലൂടെ പഠിപ്പിക്കുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളുടെയും നോട്ടുകൾ താലിസ്മാൻ UPSC അക്കാഡമി എന്ന ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്കീമിലേക്ക് പോകാം. ആദ്യത്തെ സ്കീം എന്ന് പറഞ്ഞാൽ സാർ പ്രോഗ്രാമാണ്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. സാർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് സിറ്റീസ് ആൻഡ് അക്കാഡമിയ ടുവേർഡ്സ് ആക്ഷൻ ആൻഡ് റിസർച്ച് ആണ്. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും സ്മാർട്ട് സിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. അതിൻ്റെ റിസർച്ചുമായിട്ട് അതിൽ കുറച്ച് റിസർച്ച് വർക്കുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഇതെന്ന് പറയുന്നത് ഈ ഒരു മിനിസ്ട്രി മാത്രം വഴിയിൽ വരുന്നത് ഇതൊരു ജോയിന്റ് ഇനീഷ്യേറ്റീവ് ആണ്. അപ്പോൾ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫയേഴ്സ് ഉണ്ട്. പിന്നെ കുറച്ച് ലീഡിംഗ് ഇന്ത്യൻ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇവർ ഈ പദ്ധതിയിലൂടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 15 പ്രീമിയർ ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് സ്മാർട്ട് സിറ്റീസ് മിഷന്റെ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട ചില പ്രൊജക്ടുകളിൽ ഡോക്യുമെന്റേഷൻ വർക്കുകൾ ചെയ്യും. റിസർച്ച് ആൻഡ് ഡോക്യുമെന്റേഷൻ വർക്കുകൾ ചെയ്യുന്നു. അതാണ് സാർ പ്രോഗ്രാമിലൂടെ വരുന്നത്. അപ്പോൾ നമുക്ക് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫയേഴ്സും പിന്നെ 15 പ്രീമിയർ ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നിച്ചു വരുന്നൊരു പദ്ധതിയാണ് സാർ പ്രോഗ്രാം. നമ്മുടെ സ്മാർട്ട് സിറ്റീസ് മിഷന്റെ ചില പദ്ധതികളിൽ റിസർച്ചും അതിന്റെ ഡോക്യുമെന്റേഷൻ വർക്കാണ് ഈ സാർ പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സ്കീമിലേക്ക് പോവാം. അടുത്തതാണ് സ്മാർട്ട് കോഡ് പ്രോഗ്രാം. സ്മാർട്ട് കോഡ് പ്രോഗ്രാം മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇതിൽ പലർക്കും അവരുടേതായിട്ടുള്ള ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. അതിലേക്ക് പലതരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് നടത്താനായിട്ട് സാധിക്കും. ഈ പ്ലാറ്റ്ഫോം എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അർബൻ ഗവേണൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ് അതിനകത്തുള്ളത്. ആപ്ലിക്കേഷൻ സൊല്യൂഷൻസ് ആണ്. അപ്പം അതിനുവേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് ഒരു ഫ്രീ പ്ലാറ്റ്ഫോം ആണ്. ഇതിനൊരു പ്രത്യേകിച്ച് ഒരു ലൈസൻസ് ഫീസോ സബ്സ്ക്രിപ്ഷൻ ഫീസോ ഒന്നും ഇതിനാവശ്യമില്ല. അപ്പൊ ഇതിൽ നിന്ന് വിവരങ്ങൾ ആക്സസ് ചെയ്യാനും ഇതിലേക്ക് വിവരങ്ങൾ കൊടുക്കാനൊക്കെ എളുപ്പം സാധിക്കും. ഇനി എന്തിനാണിത് കൊണ്ടുവന്നിരിക്കുന്നത് വെച്ചാൽ അർബൻ ലോക്കൽ ബോഡീസിന് അവരുടെ ഡിജിറ്റൽ ആപ്ലിക്കേഷൻസിൽ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് സ്മാർട്ട് കോഡ് പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ഡാറ്റ അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അർബൻ ലോക്കൽ ബോഡീസിന്റെ അവരുടെ ഗവേണൻസിനെ അവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്മാർട്ട് കോഡ് പ്ലാറ്റ്ഫോം വന്നിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന് കീഴിലുള്ളതാണ്. ഫ്രീ ടു യൂസ് ആണ്, വിത്തൗട്ട് എനി ലൈസൻസിങ്ങോ സബ്സ്ക്രിപ്ഷൻ ഫീസ്. ഓക്കെ, അടുത്ത പ്രോഗ്രാമിലേക്ക് പോവാം. അടുത്താണ് ഈറ്റ് സ്മാർട്ട് സിറ്റീസ് ചലഞ്ച്. നമുക്കൊരു ഈറ്റ് റൈറ്റ് ഇന്ത്യ എന്നുള്ളൊരു പദ്ധതി ഉണ്ട്. അതായത് ഈറ്റ് റൈറ്റ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവർക്കും റൈറ്റ് ഉണ്ട്. അപ്പോൾ ഹെൽത്തി ഫുഡ് എന്ന ഒരു രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈറ്റ് റൈറ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഈറ്റ് സ്മാർട്ട് സിറ്റീസ് ചലഞ്ച് വരുന്നത്. ഈറ്റ് സ്മാർട്ട് സിറ്റീസ് ചലഞ്ച് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ കീഴിൽ വരുന്നതാണ് ഇൻ അസോസിയേഷൻ വിത്ത് FSSAI. FSSAI എന്ന് പറഞ്ഞാൽ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫുഡ് സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് FSSAI. ഇനി ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ സിറ്റികൾ തമ്മിലൊരു കോമ്പറ്റീഷനാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഈറ്റ് റൈറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടല്ലോ, അതിന്റെ അണ്ടറിൽ നമുക്ക് ഈ ഒരു കോമ്പറ്റീഷൻ, അതായത് നമുക്ക് ഈറ്റ് റൈറ്റ് ഇന്ത്യയിൽ വരുന്ന എല്ലാ പദ്ധതികളുടെയും ഇടയിലുള്ളൊരു കോമ്പറ്റീഷൻ സിറ്റികൾ തമ്മിൽ വരുന്ന ഒരു പദ്ധതിയാണ്. ഈ ചലഞ്ചിൽ വരുന്നത് സ്മാർട്ട് സിറ്റീസ് വരും, ക്യാപിറ്റൽ സിറ്റീസ് വരും, അതുപോലെ യൂണിയൻ ടെറിട്ടറികൾ വരും. 5 ലക്ഷത്തിന് മുകളിൽ പോപ്പുലേഷനുള്ള എല്ലാ സിറ്റികളും ഈറ്റ് സ്മാർട്ട് സിറ്റീസ് ചലഞ്ചിൽ വരും. അതായത് എല്ലാ സിറ്റികളെയും നമുക്ക് എന്താക്കി എടുക്കണം, ഒരു ഹെൽത്തി ഫുഡ് കഴിക്കുന്നവരാക്കിയിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് മാത്രം ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് ഓരോ സിറ്റികളും എടുക്കുമോ അതൊരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് ക്വാളിറ്റി കൂടും. അങ്ങനെ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് ഈറ്റ് സ്മാർട്ട് സിറ്റീസ് ചലഞ്ച് എന്ന് പറയുന്നത്. ഇപ്പം മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സും FSSAIയും ചേർന്ന് നടത്തുന്ന പദ്ധതിയാണ്. അടുത്തതാണ് ഗവേണൻസ് ആൻഡ് ആക്സിലറേറ്റർ ലൈവ്ലിഹുഡ് പ്രൊജക്ട് അഥവാ ഗോൾസ് പ്രൊജക്ട് എന്ന് പറയുന്നത്. ഈ ഗോൾ പ്രൊജക്ട്സ് കൊണ്ടുവരുന്നത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഉണ്ട്, UNDP ഉണ്ട്. UNDP എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം.
അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു അഫോർഡബിൾ ഹൗസിങ്, റൂറൽ പൂവറിന് ഒരു അഫോർഡബിൾ ഹൗസിങ് കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. ഇനി ഇതിന് വരുന്ന ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ബെനിഫിഷ്യറിക്ക് ഒരു കുറച്ച് ചോയ്സസ് കിട്ടാണ്. അതായത് അവരുടെ വീട് എങ്ങനെ ഡിസൈൻ ചെയ്യണം, എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യണം, അവരുടെ കൺസ്ട്രക്ഷൻ ടെക്നോളജി എന്താണെന്നൊക്കെ ഉള്ളത് ഇതിന്റെ ബെനിഫിഷ്യറിക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഇപ്പം നോർത്ത് സൗത്ത് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ക്ലൈമറ്റിന്റെ കാര്യത്തിലും നമ്മുടെ ടെറൈൻ്റെ കാര്യത്തിലും വളരെയധികം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ടെറൈനും അല്ലെങ്കിൽ ഓരോ ക്ലൈമറ്റിനനുസരിച്ചിട്ട് എങ്ങനെ ഹൗസ് വേണമെന്നുള്ളത് ആ പ്രദേശത്തുള്ളവർക്ക് തീരുമാനിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ചോയ്സസ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഫുട് പ്രിന്റ്സ്, അതായത് നമ്മൾ ഈ വീട് വെക്കുമ്പോൾ എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ചില ദോഷങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ എൻവയോൺമെന്റിന് ഉണ്ടാവുന്ന ചില ചലഞ്ചസും പ്രശ്നങ്ങളും എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ നമുക്ക് ഇതിലൂടെ കുറയ്ക്കാൻ സാധിക്കും. അതായത് ഓരോ പ്രദേശത്തുള്ള ആളുകൾക്ക് അവരുടെ ക്ലൈമാറ്റിക് കണ്ടീഷനും അവരുടെ ആ ടെറൈനും യോജിച്ച തരത്തിലുള്ള വീടുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ വെച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി വെച്ചിട്ടും ആ ഡിസൈൻ വെച്ചിട്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള ഫ്രീഡം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ റൂറൽ പൂവറിന് അഫോർഡബിൾ ഹൗസിംഗ് കൊടുക്കാനുള്ള പദ്ധതിയാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റും UNDPയും ഇതിൽ പാർട്ണർഷിപ്പാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബെനിഫിഷ്യറിക്ക് നമ്മൾ അവർക്ക് ചോയ്സ് കൊടുക്കുന്നു, അവർക്ക് ചൂസ് ചെയ്യാം ഇതെങ്ങനെ വേണം, എന്തൊക്കെ ഉപയോഗിക്കണം എന്ന രീതിയിൽ. അതാണ് ഇതിന്റെ ഒരു മെയിൻ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഗോൾസ് പ്രൊജക്ട്. അടുത്തൊരു സ്കീമിലേക്ക് നമുക്ക് പോകാം. അടുത്താണ് ടെക്നോഗ്രഹീസ് എന്ന് പറയുന്ന ഒരു സ്കീമാണ്. ഇതും നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയർസിന്റെ അണ്ടറിൽ വരുന്ന പദ്ധതിയാണ്. ടെക്നോഗ്രഹീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ആണ്. അവര് എവിടെ നിന്നൊക്കെയുള്ളവരാണ്? IITകളിൽ നിന്ന്, NIT, അതുപോലെ എഞ്ചിനീയറിംഗ്, പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ കോളേജുകൾ, പിന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സ്. സ്റ്റുഡൻസ് മാത്രമല്ല, IIT, NIT, എഞ്ചിനീയറിംഗ്, പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ കോളേജുകളിലെ സ്റ്റുഡൻസ് മാത്രമല്ല, അവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സും കൂടി വരുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ടെക്നോഗ്രഹീസ് എന്ന് വിളിക്കുന്നത്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ these students will visit live laboratories at 6 lighthouse projects sites for learning, consultation, generation of ideas and solutions, etc. കണ്ടോ, ഇവര് ലൈവ് ലബോറട്ടറീസ് 6 ലൈറ്റ് ഹൗസ് പ്രൊജക്ടുകളിലെ ലബോറട്ടറീസ് അവിടെ വിസിറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുക, അവരവിടെ പഠിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, സൊല്യൂഷൻസ് ഉണ്ടാകുന്നു. ആ രീതിയിലുള്ള റിസർച്ച് വർക്ക് അതാണ്. അപ്പം നമുക്ക് അവരുടെ ഒരു ഈ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഡെവലപ്മെന്റ് ആകും. അതുപോലെ തന്നെ ഈ ഒരു പദ്ധതികളിലൊക്കെയുള്ള നമ്മുടെ റിസർച്ച് വർക്കും ഇംപ്രൂവ്ഡ് ആവും. ഇതാണ് ടെക്നോഗ്രഹീസ് എന്ന് പറയുന്ന പദ്ധതി. അടുത്ത സ്കീമാണ് ട്രാൻസ്പോർട്ട് ഫോർ ഓൾ ചലഞ്ച്. ഇതിൽ വരുന്നത് ഇത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയർസിന്റെ അണ്ടറിൽ വരുന്ന പദ്ധതിയാണ്. ഇതിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാനായിട്ട് ഒരു NGO കൂടിയുണ്ട്. ആ NGOയുടെ പേരാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പോളിസി. അപ്പൊ ITDP. അപ്പൊ ഈ ITDPയും മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയർസും ചേർന്ന് കൊണ്ടുവന്നുള്ള പദ്ധതിയാണ് ട്രാൻസ്പോർട്ട് ഫോർ ഓൾ ചലഞ്ച്. ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു ഡിജിറ്റൽ സൊല്യൂഷൻസ്. എന്തിനു വേണ്ടി ഒരു ഡിജിറ്റൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സേഫ് ആകണം, അഫോർഡബിൾ ആകണം, കംഫർട്ടബിൾ ആവണം, എല്ലാവർക്കും റിലയബിൾ, എല്ലാവർക്കും അതൊരു ആക്സസിബിൾ ആകുന്ന തരത്തിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് സെക്ടറിനെ മാറ്റാന്നുള്ളതാണ് ഈ ട്രാൻസ്പോർട്ട് ഫോർ ഓൾ ചലഞ്ചിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് എവിടേക്കാണ് ഈ പദ്ധതി വരുന്നതെന്ന് ചോദിച്ചാൽ എല്ലാ സ്മാർട്ട് സിറ്റികളിലും സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറികളിലും 5 ലക്ഷത്തിന് മുകളിൽ പോപ്പുലേഷനുള്ള എല്ലാ സിറ്റികളിലും ഈ ട്രാൻസ്പോർട്ട് ഫോർ ഓൾ ചലഞ്ച് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇതിൽ ഡിജിറ്റൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരു ഡിജിറ്റൽ നെറ്റ്വർക്ക് വരും. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു വാഹനം പോകുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് തന്നെ നമുക്ക് ഇൻഫർമേഷൻ കറക്റ്റ് ടൈമിൽ കൈമാറാനായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും സേഫായിട്ട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ആൾക്കാരെ സഹായിക്കുന്ന തരത്തിലായിട്ടുള്ള ഒരു മൊത്തത്തിലൊരു സേഫായിട്ടുള്ള ഒരു യാത്ര ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ സൊല്യൂഷൻസ് ആണ് നമുക്ക് ഈ ട്രാൻസ്പോർട്ട് ഫോർ ഓൾ ചലഞ്ചിൽ വരുന്നത്. ഓക്കെ, അടുത്ത സ്കീമിലേക്ക് പോവാം. അടുത്തത് നമുക്ക് വാട്ടർ പ്ലസ് എന്ന് പറഞ്ഞൊരു സ്കീമാണ്. വാട്ടർ പ്ലസ് അഗെയിൻ ഇത് വാർത്തയിൽ വരാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയർസ് നമ്മുടെ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന് വാട്ടർ പ്ലസ് അവാർഡ് കൊടുത്തു. അതായത് വാട്ടർ പ്ലസ് എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. അപ്പൊ ഇത്തരത്തിലുള്ള ആദ്യത്തെ അവാർഡ് കിട്ടിയത് ഇൻഡോർ ആണ്. നമ്മുടെ മധ്യപ്രദേശിൽ ഇൻഡോർ ആണ് ഇന്ത്യയുടെ ഫസ്റ്റ് വാട്ടർ പ്ലസ് സിറ്റി. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് വാട്ടർ പ്ലസ് സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഇൻഡോർ ആണ് നമ്മുടെ ആൻസർ. ഇൻഡോർ ആണ് നമുക്ക് മിക്കവാറും എല്ലാ വർഷങ്ങളിലും നിതി ആയോഗിന്റെ
നമ്മുടെ ഇതനുസരിച്ച് നമ്മുടെ ഇൻഡെക്സ് അനുസരിച്ചിട്ട് ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇൻഡോറാണ് വരുന്നത്. അപ്പോൾ അതിന് വാട്ടർ പ്ലസ് സിറ്റി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന വെച്ചാൽ ഈ സ്വച്ഛ് ഭാരത് മിഷന്റെ അണ്ടറിൽ സിറ്റീസിനെ നമ്മൾ അവരുടെ ചില ക്ലെൻലിനെസ് പാരാമീറ്റർ വെച്ചിട്ടുണ്ട്, അവരുടെ വൃത്തിക്ക് ചില ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. അതായത് 3 തരത്തിലാണ്, 4 തരത്തിൽ അത് വരുന്നുണ്ട്. ODF, ODF+, ODF++, വാട്ടർ പ്ലസ്. ODF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ഡിഫക്കേഷൻ ഫ്രീ ആണ്. അതായത് ആരും പൊതുസ്ഥലങ്ങളിൽ ആരും ഡിഫക്കേഷൻ നടത്തുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ODF വരും. ODF+ എന്ന് പറയുമ്പോൾ ഓപ്പൺ ഡിഫക്കേഷൻ ഫ്രീ ആണ്, പ്ലസ് ആരും യൂറിൻ പാസ് ചെയ്യുന്നില്ല പൊതുസ്ഥലങ്ങളിൽ, അതാണ് ODF+ എന്ന് പറഞ്ഞാൽ. ODF++ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ODF++ൽ ആരും യൂറിനേറ്റ് ചെയ്യുന്നില്ല പൊതുസ്ഥലങ്ങളിൽ, ഡിഫക്കേഷൻ നടത്തുന്നില്ല. അതോടൊപ്പം തന്നെ അവിടുത്തെ മാനേജ്മെന്റ്, അതായത് എല്ലാവരും ടോയ്ലറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തും. അതുപോലെ ഈ പറയുന്ന നമ്മുടെ മാലിന്യങ്ങളുണ്ടല്ലോ അത് കറക്റ്റായിട്ട് അവർ മാനേജ് ചെയ്യുന്നു എന്നുള്ളതും കൂടി ODF++ൽ വരും. ഇനി വാട്ടർ പ്ലസിലേക്ക് വരുമ്പോൾ അവിടെയുള്ള എല്ലാ സീവേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ എല്ലാ വേസ്റ്റ് വാട്ടർ ഉൾപ്പെടെ എല്ലാം ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നു, ഏറ്റവും നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നു. അതാണ് വാട്ടർ പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ലെൻലിനെസിൻ്റെ ഏറ്റവും ഹയർ ആയിട്ടുള്ള നമ്മുടെ റേറ്റിംഗ് എന്ന് വെച്ചാൽ വാട്ടർ പ്ലസ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പം ഇതാണ് നമ്മൾ വാട്ടർ പ്ലസ് എന്ന് പറയുന്ന ഒരു ആശയം. അപ്പോൾ വാട്ടർ പ്ലസ് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് നമുക്കൊന്ന് വായിക്കുകയാണെങ്കിൽ, വാട്ടർ പ്ലസ് സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു സിറ്റീസ് ദാറ്റ് ഹാവ് മെറ്റ് ഓൾ ദ ODF AA+ സ്റ്റാൻഡേർഡ്. അപ്പോൾ AA+ സ്റ്റാൻഡേർഡ് കിട്ടിയ ആൾക്കാർക്കാണ് വാട്ടർ പ്ലസ് കിട്ടുന്നത്. ഓൾസോ ദ റെസിജ്വൽ സീവേജ് ഫ്രം റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഇസ് റിലീസ്ഡ് ഇൻ ടു ദ എൻവയോൺമെന്റ് ഓൺലി ആഫ്റ്റർ ട്രീറ്റ്മെന്റ്. റീയൂസ് ഓഫ് ട്രീറ്റഡ് വേസ്റ്റ് വാട്ടർ ഷുഡ് ഓൾസോ ബി എൻഷുർഡ്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് ആയിട്ട് സൂപ്പറായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് വാട്ടർ പ്ലസ് എന്ന് കിട്ടുക. അതായത് വീടുകളിൽ നിന്നുള്ളതാണെങ്കിലും കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ ഉൾപ്പെടെ അതെല്ലാം എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റിന് ശേഷം മാത്രം അത് പുറത്തേക്ക് വിടുന്നു, അല്ലെങ്കിൽ ഇത് വീണ്ടും റീയൂസ് ചെയ്യുന്ന തരത്തിലേക്ക് ഉപയോഗിക്കുന്നു. അപ്പം അങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് വാട്ടർ പ്ലസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പം അങ്ങനെ വാട്ടർ പ്ലസ് സർട്ടിഫിക്കറ്റ് ആദ്യമായിട്ട് കിട്ടിയത് ഇൻഡോറിനാണ്. നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയത് റീസെന്റ് ആയിട്ട് കിട്ടിയെന്ന് വെച്ചാൽ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ഈ വാട്ടർ പ്ലസ് സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മുടെ സിറ്റീസിന് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത സ്കീമിലേക്ക് പോവാം. സ്വച്ഛത സ്റ്റാർട്ടപ്പ് ചലഞ്ചാണ്. സ്വച്ഛത സ്റ്റാർട്ടപ്പ് ചലഞ്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അഗെയിൻ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ്, ഇൻ കൊളാബറേഷൻ വിത്ത് AFD. AFD എന്ന് പറഞ്ഞാൽ ഏജൻറ്റ്സ് ഫ്രാൻഗൈസ് ഡി ഡെവലപ്മെന്റ്. ഇത് ഫ്രാൻസിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ്. അവിടുത്തെ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ് ഏജൻറ്റ്സ് ഫ്രാൻഗൈസ് ഡി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മുടെ മിനിസ്ട്രി ഒന്നിച്ചാണ് സ്വച്ഛത സ്റ്റാർട്ടപ്പ് ചലഞ്ച് കൊണ്ടുവരുന്നത്. ഈ സ്റ്റാർട്ടപ്പ് ചലഞ്ചിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വേസ്റ്റ് മാനേജ്മെന്റ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് ഈ കാലഘട്ടത്തിൽ. ഇപ്പം നമ്മുടെ ഈ ഇന്ത്യയിലെ വേസ്റ്റ് സെക്ടറിൽ ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പല സ്ഥാപനങ്ങളും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ നർച്ചർ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ചലഞ്ച് ഈസ് ഓപ്പൺ ടു സ്റ്റാർട്ടപ്സ് രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ. ഈ വേസ്റ്റ് മാനേജ്മെന്റ് രംഗത്ത് വരുന്ന സ്റ്റാർട്ടപ്പുകൾ ഉണ്ടല്ലോ, അതുപോലെ ഇതിന്റെ റിസർച്ച്, നമുക്കിത് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്ന രീതിയിൽ വരുന്ന പുതിയ ടെക്നോളജി അനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിലുള്ളതും, അതുപോലെ ഫ്രഞ്ച് ആക്ടേഴ്സ് കൊളാബറേറ്റ് വിത്ത് ആൻ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്. അതുപോലെ ഫ്രാൻസിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള കമ്പനികൾ ഇന്ത്യൻ കമ്പനികളായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും. അപ്പൊ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള കമ്പനികൾക്കും ഫ്രാൻസിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിൽ കൊളാബറേറ്റ് ചെയ്യുന്ന എല്ലാ ഫ്രഞ്ച് കമ്പനികൾക്കും ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളാവാനായിട്ട് സാധിക്കും. അപ്പോൾ സ്വച്ഛത സ്റ്റാർട്ടപ്പ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ഫ്രാൻസും കൂടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സും ഫ്രാൻസിലെ ഏജൻറ്റ്സ് ഫ്രാൻഗൈസ് ഡി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ചേർന്നിട്ടാണ് നമ്മുടെ ഇന്ത്യൻ വേസ്റ്റ് സെക്ടറിനെ നമ്മൾ ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാം. അതിന്റെ ആ രംഗത്ത് പ്രവർത്തിക്കാൻ നമ്മുടെ സ്റ്റാർട്ടപ്പുകളെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഇതാണ് നമ്മുടെ ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത സ്കീമിലേക്ക് പോവാം. അടുത്ത സ്കീമാണ് സോൺ ചിരയ സ്കീം എന്ന് പറയുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ കീഴിലുള്ള പദ്ധതി തന്നെയാണ്. നമ്മുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് അർബൻ ഏരിയയിലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അവരുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് സോൺ ചിരയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ബ്രാൻഡും ലോഗോയും മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ഇനോഗ്രേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഇത് ഇനോഗ്രേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അർബൻ SHE പ്രൊഡക്റ്റുകളെ പോപ്പുലർ ആക്കുക, അതിൻ്റെ ട്രേഡ് കൂട്ടാന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു ഇൻകം പ്രദാനം ചെയ്യാം. അപ്പം നമ്മുടെ മിനിസ്ട്രി ഓഫ് അർബൻ അഫയേഴ്സ് അതിന് വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ഇ-കൊമേഴ്സ് പോർട്ടലുകളുമായിട്ട്
സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് സോൺ ചിരയ എന്ന് പറയുന്നത്. അർബൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ പ്രൊഡക്റ്റുകൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത സ്കീം നോക്കാം. ഇന്ത്യ അർബൻ ഡാറ്റ എക്സ്ചേഞ്ച് IUDX. നമ്മൾ പറഞ്ഞ സ്മാർട്ട് സിറ്റീസും കാര്യങ്ങളൊക്കെ വരാണ്. അപ്പോൾ അർബണൈസേഷൻ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എല്ലാ സിറ്റീസും സ്മാർട്ട് സിറ്റീസ് ആക്കി വരുന്ന സമയത്ത് ഈ സിറ്റികൾ തമ്മിലുള്ള കണക്ഷൻ വളരെയധികം കൂട്ടാനായിട്ട് ഈ സിറ്റികൾ തമ്മിലുള്ള ഡാറ്റ എക്സ്ചേഞ്ച് ആണ് ഈ ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ആണ്. ആരാണ് ഡെവലപ്പ് ചെയ്യുന്നത് ചോദിച്ചാൽ സ്മാർട്ട് സിറ്റീസ് മിഷനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ബാംഗ്ലൂരിലുള്ള നമ്മുടെ IIScയും സ്മാർട്ട് സിറ്റീസ് മിഷനും ചേർന്നിട്ടാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഇന്ത്യ അർബൻ ഡാറ്റ എക്സ്ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെ ചെയ്യും? നമുക്കൊരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഡാറ്റ എക്സ്ചേഞ്ച് ആണ്. അതായത് സ്മാർട്ട് സിറ്റികളെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്മാർട്ട് സിറ്റികളെയും കുറിച്ചിട്ടുള്ള ഒരു ഡാറ്റ എക്സ്ചേഞ്ച് ആണ് ഇതിലൂടെ വരുന്നത്. ഇതിലൂടെ നമുക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാം ആളുകൾക്ക്. ഇതൊരു ഒരു ഒരു ജനറൽ പ്ലാറ്റ്ഫോം ആണ്. ഇതിനകത്ത് യൂസേഴ്സിന് ഡാറ്റ കിട്ടും, അതുപോലെ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതിലെന്ത് ചെയ്യുന്നു? സെർവ്സ് ആസ് ഇന്റർഫേസ് ഫോർ ഡാറ്റ പ്രൊവൈഡേഴ്സ് ആൻഡ് ഡാറ്റ യൂസേഴ്സ് ടു ഷെയർ, റിക്വസ്റ്റ് ആൻഡ് ആക്സസ് ഡാറ്റ സെറ്റ്സ് റിലേറ്റഡ് ടു സിറ്റീസ്, അർബൻ ഗവേണൻസ് ആൻഡ് അർബൻ സർവീസ് ഡെലിവറി. ഇപ്പം എന്തൊക്കെ ഡാറ്റ ഇതിലൂടെ നമുക്ക് ഷെയർ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യാൻ ആക്സസ് ചെയ്യാനൊക്കെ പറ്റും. സിറ്റികളായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡാറ്റാസും, അർബൻ ഗവേണൻസ് ആയിട്ട് ബന്ധപ്പെട്ടത്, അർബൻ ഏരിയയിൽ നമുക്ക് എന്തെല്ലാം സർവീസസ് അവൈലബിൾ ആണ്, ഇങ്ങനെ നമ്മുടെ സിറ്റികളെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും. നമ്മളൊരു സിറ്റിയിലോട്ട് നമ്മളിവിടുന്ന് നമ്മുടെ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോലെ ചെന്നൈയിലേക്ക് പോകണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഡെലിവറി സർവീസസ് എന്തൊക്കെയാണ്, ആ സിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ ഗവേണൻസിനെ കുറിച്ച്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് എങ്ങനെ ഈ ഇന്ത്യ അർബൻ ഡാറ്റ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി എല്ലാവർക്കും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത സ്കീമിലേക്ക് പോവാം. നമ്മുടെ സ്കീമുകൾ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ നമ്മുടെ ഈ സ്കീമിൻ്റെ ക്ലാസ്സുകൾ തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് നോട്ട്സ് കിട്ടാനായിട്ട് താലിസ്മാൻ UPSC അക്കാഡമി എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.